നമ്മൾ നോമ്പ് കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്കറിയാം, നോമ്പുകാലം എന്ന് പറഞ്ഞാല് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പാരമ്യം ദൈവത്തിന്റെ മക്കൾ അനുഭവിച്ചറിയാൻ ദൈവം തരുന്ന ഒരു സമയമാണ് നോമ്പുകാലം. ഹല്ലേലൂയ എന്ന് പറഞ്ഞാല് അതിദാരുണമായ പീഡാസഹനങ്ങൾ ഈശോ ഏറ്റെടുത്ത് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് രക്തം ചിന്തി മരിച്ച് തന്റെ മരണത്താൽ മരണത്തിന്റെ മേൽ അധികാരമുള്ള പിശാചിനെ എന്നേക്കുമായി നശിപ്പിച്ച് ജീവിതകാലം മുഴുവൻ മരണഭയത്തിന്റെ അടിമത്തത്തിൽ കഴിയേണ്ടി ഇരുന്ന മനുഷ്യകുലത്തെ ദൈവം മോചിപ്പിച്ച രക്ഷാകരമായ രഹസ്യങ്ങൾ സ്വന്തമാക്കിയെടുക്കാൻ ദൈവം തരുന്ന സമയമാണ് നോമ്പുകാലം. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ വലിയ സന്തോഷത്തോടെ ഈ നോമ്പുകാലത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നമുക്ക് ഇടയാകട്ടെ. ഹല്ലേലൂയ. ഇന്ന് ദൈവം നമുക്ക് തരുന്ന വചനഭാഗം ഈ ലോകത്തിൽ വച്ച് ഏറ്റവും വലിയ ഒരു പ്രേമലേഖനമാണ്. എന്താണ് പ്രേമലേഖനം? നിങ്ങൾക്ക് പ്രേമലേഖനമൊക്കെ ഇഷ്ടമാണോ? ആണോ? ആണോ? പ്രേമലേഖനം ഇഷ്ടപ്പെടാണ്ടിരിക്കാൻ പറ്റുമോ? എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. പണ്ടത്തെ പ്രേമലേഖനമൊക്കെ ഓർക്കണ്ടോ ചെല്ലക്കരുത്. ഹല്ലേലൂയ. ആ ലേഖനമല്ല, ഈ ലോകത്തിൽ വച്ച് ഏറ്റവും വലിയ പ്രേമലേഖനം. അതാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വചനം. അതാണ് പ്രിയപ്പെട്ട മക്കളെ, അല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്തിൽ വച്ച് ഏറ്റവും വലിയ പ്രേമലേഖനം. എന്താണത്? അവനിൽ വിശ്വസിക്കുന്ന യാതൊരുവനും നശിച്ചു പോകാതെ തന്റെ ഏകജാതന് നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു, പ്രേമിച്ചു. ഇതാണ് ഏറ്റവും വലിയ, ഈ ലോകത്തിൽ വച്ച് ഏറ്റവും വലിയ പ്രേമലേഖനം. നോർത്തയ്ക്ക ആ ലേഖനം. തന്റെ മക്കൾ ആരും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി എന്റെ അപ്പൻ, നിന്റെ അപ്പൻ തന്റെ ഏകജാതൻ, തന്റെ പ്രിയപ്പെട്ട മകനെ തന്നെ നമുക്ക് വേണ്ടി തരാൻ മാത്രം നമ്മെ സ്നേഹിച്ചു. ഹല്ലേലൂയ. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് തിരുവചനത്തിൽ കടന്നു പോകുമ്പോ വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിന്റെ 5-ാമത്തെ അധ്യായം 8-ാമത്തെ വചനം വായിക്കുകയാണ്. ഇവിടെ പറയാണ്, ഈ സ്നേഹത്തെ കുറിച്ച് പറയാണ്, ഒരു പക്ഷേ ഒരു നല്ല മനുഷ്യന് വേണ്ടി ആരെങ്കിലും മരിക്കാൻ തുനിഞ്ഞെന്ന് വരാം. കേട്ടെ, പിതാവായ ദൈവം തന്റെ ഏകജാതനെ തന്നു. എന്തിനാ തന്നെ? അതുകൊണ്ട് എന്തിനാ തന്നെ എന്നല്ല, ശരിക്കും എന്തിനാ തന്നെ? നമുക്ക് വേണ്ടി കുരിശിൽ മരിക്കാൻ. എന്തിന്? നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കുവാൻ, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാൻ, നമുക്ക് നഷ്ടപ്പെട്ടു പോയ ജീവൻ തരുവാൻ വേറെ ഒരു വഴിയില്ല. പാപം ഏറ്റെടുക്കപ്പെടണം. ആർക്കേ പാപം ഏറ്റെടുക്കാൻ പറ്റത്തുള്ളൂ? നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെ കണ്ടു. നമ്മുടെ കുടുംബത്തിൽ വന്ന പാപങ്ങൾ, അതിലൂടെ കടന്നു വന്ന ശാപങ്ങൾ, അതിലൂടെ കടന്നു വന്ന സാത്താന്റെ നിയമപരമായ അവകാശങ്ങൾ, ഇതെല്ലാം നീക്കിക്കളയുവാൻ ഒറ്റ വഴിയുള്ളൂ. എന്താണ്? പാപം ഇല്ലാത്തവൻ പാപം ഏറ്റെടുക്കണം. ഈശോന്തിനാ വന്ന് യോഹന്നാൻ 1:28 എന്താ പറഞ്ഞേ? ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, പിതാവായ ദൈവം ഈശോയെ നമുക്ക് തന്നത് നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കണം. കാരണം നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ശരീരത്തെ, ഈ ലോകത്തെ, ഈ മണ്ണിനെ, നമ്മുടെ തലമുറയെ, നമ്മുടെ പാരമ്പര്യത്തെ, നമ്മുടെ കുടുംബവൃക്ഷത്തെ നശിപ്പിക്കാനുള്ള കാരണം പാപം. ആദത്തിന്റെ പാപം മുതൽ, കായന്റെ പാപം മുതൽ ഇന്നു വരെ മനുഷ്യൻ ചെയ്തു കൂട്ടിയ പാപം, മണ്ണിൽ വീണ് നിഷ്കളങ്ക രക്തത്തിന്റെ ശാപം, അതുപോലെ ഒത്തിരി നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നവ അനുസരിക്കാതെ പാലിക്കാതെ ഇരുന്നതിന്റെ ശാപങ്ങൾ, ഇതെല്ലാം ഈ ലോകത്തിലുണ്ട്. ആ അവസ്ഥയിൽ നിന്ന്
മനുഷ്യ മക്കളെ രക്ഷിക്കുവാൻ വേണ്ടി ഈശോ ഈ ഭൂമിയിലേക്ക് വന്നു. എന്തിന്? എങ്ങനെ? ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. എന്നിട്ടാണ് നമ്മൾ കണ്ട 1 പത്രോസ് 2:24 നമ്മൾ കണ്ട വചനങ്ങൾ എന്താണ്? അവൻ നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിലേക്ക് കയറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി വചനങ്ങൾ ശരിക്കും കേട്ടോട്ടോ, ശരിക്കും കേട്ടോ. ഭയങ്കര വചനങ്ങളെ കട്ടൊന്ന് തരാൻ പോണേ. അവൻ നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിലേക്ക് കയറി. എന്തിനാ? അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിന്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ നമ്മൾ പാപികളാണ്. നമ്മുടെ മേൽ ഒത്തിരി ശാപങ്ങളുണ്ട്, നമ്മുടെ മേൽ ഒത്തിരി പൈശാചികമായ ബന്ധനങ്ങളുണ്ട്, സാത്താന്റെ അവകാശങ്ങളുണ്ട്. എന്നാൽ യേശു ആ പാപങ്ങൾ നമുക്ക് വേണ്ടി ഏറ്റെടുത്തു. കഴിഞ്ഞ ദിവസം നമ്മൾ വചനം കണ്ടുല്ലേ? ഗലാത്യ 3:13. എന്താ കണ്ടേ? കഴിഞ്ഞ ദിവസം കണ്ട എന്താണ്? ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഇതൊക്കെ സ്വന്തമാക്കണം. നമ്മുടെ ശാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി ക്രിസ്തു കളങ്കമില്ലാത്തവൻ, കറയില്ലാത്തവൻ, പാപമേശാത്തവൻ, പാപമേറ്റെടുത്ത് നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ട വചനത്തെ ലംഘിച്ചതിന്റെ പേരിൽ ശപിക്കപ്പെട്ടു പോയ നമ്മുടെ മേലുള്ള, കുടുംബത്തിന് മേലുള്ള, ലോകത്തിന് മേലുള്ള ശാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അവൻ നമുക്ക് വേണ്ടി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് മരത്തിൽ തൂക്കപ്പെട്ടു. എന്തെന്നാൽ ഈ മരത്തിൽ തൂക്കപ്പെട്ടവനെ കുറിച്ച് പറയുന്നത് അവൻ ശപിക്കപ്പെട്ടവനാണ്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഇതിനു വേണ്ടിയാണ് സ്വർഗസ്ഥനായ പിതാവ് തന്റെ ഏകജാതനെ നമുക്ക് വേണ്ടി തന്നത്. ഈ ഏകജാതനിലൂടെ നമ്മൾ ഈ ബലി സ്വന്തമാക്കിയാൽ ഒരു കാര്യം ഓർത്തോ, നമ്മളാരും നശിച്ചു പോകത്തില്ല. നമ്മുടെ കുടുംബങ്ങൾ നശിച്ചു പോകത്തില്ല, നമ്മുടെ ശരീരം നശിച്ചു പോകത്തില്ല, നമ്മുടെ മക്കൾ നശിച്ചു പോകത്തില്ല, നമ്മുടെ ഒന്നും നശിച്ചു പോകത്തില്ല. അതിനാൽ അതിനുവേണ്ടി പിതാവ് തന്ന ഈ ഏകജാതന്റെ ആ ഒരു കുരിശു മരണത്തോളം മനുഷ്യ മക്കളെ സ്നേഹിക്കുവാൻ പിതാവിന് ഇനിയൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് ഈ സ്നേഹത്തിന്റെ പാരമ്യത്തിലേക്ക് നമ്മൾ കടന്നു വന്ന് ഈ സ്നേഹം നമ്മൾ അനുഭവിക്കുമ്പോ, ഈ സ്നേഹത്തിന്റെ ശക്തി സ്വന്തമാക്കുമ്പോ, പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് രക്ഷയുണ്ട്. ഇനി കേൾക്കുക, റോമ 5:8 പറയാണ്, ഒരു പക്ഷേ ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിക്കാൻ വല്ലവരും തുനിഞ്ഞെന്ന് വരാം. എന്താണ്? ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിക്കാൻ വല്ലവരും തുനിഞ്ഞെന്ന് വരാം. എന്നാൽ നാം പാപികളായിരിക്കെ, ഹല്ലേലൂയ, ശരിക്കും കേട്ട വചനം, ഹല്ലേലൂയ, കണ്ണൊക്കെ ശരിക്കും തുറന്നിരുന്ന് കേട്ടോ, ഹല്ലേലൂയ. നാം പറഞ്ഞ, നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. നോർത്തേക്ക്, നാം നീതിമാന്മാരായിട്ടില്ല, നല്ലവരായിട്ടില്ല, പാപികൾ, ശാപം പേറുന്നവർ, സാത്താന്റെ ബന്ധനമുള്ളവർ, അങ്ങനെയായിരിക്കെ ഈ ക്രിസ്തു, എന്റെ യേശു നമുക്ക് വേണ്ടി മരിച്ചു. എന്താണ് നമുക്ക് വേണ്ടി മരിക്കാനുള്ള കാരണം? പാപത്തിന്റെ വേതനം മരണമാണ്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു, ആ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ, അവളെ കർത്താവ് പറഞ്ഞു, മകളെ സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക, ഞാനും നിന്നെ വിധിക്കുന്നില്ല. ശരിക്കും പറഞ്ഞ അവൾ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ടതാ. കാരണം ലേവ്യരുടെ പുസ്തകത്തില് 20:10 ഇങ്ങനെ പറയുന്നേ, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവർ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടും. അതാ നിയമം. എന്നാൽ ഈശോ പറയാ, പൊന്നുമോളെ, ഞാൻ നിന്നെ വിധിക്കുന്നില്ല. എങ്ങനെ ഈശോ പറഞ്ഞ? അവൾക്ക്, കേട്ടെ, അവൾക്ക് പാപത്തിന് പരിഹാരമായിട്ട് അവൾക്ക് അർഹതപ്പെട്ട, അവൾക്ക് അവകാശപ്പെട്ട മരണത്തെ യേശു സ്വയം ഏറ്റെടുത്തു.
അതാ പറഞ്ഞ, നമ്മെ പാപികളായിരിക്കെ ക്രിസ്തു നമ്മെ സ്നേഹിച്ചു, നമുക്ക് വേണ്ടി ക്രിസ്തു മരിച്ചു. ഹല്ലേലൂയ. ശരിക്കും മനസ്സിലാക്കട്ടോ, ക്രിസ്തു നമുക്ക് അർഹതപ്പെട്ട മരണത്തിനു വേണ്ടി യേശു നമുക്ക് വേണ്ടി മരിച്ചു. ആ പാപത്തിന്റെ വേദനമായ നമുക്കർഹതപ്പെട്ട മരണത്തെ യേശു സ്വയം ഏറ്റെടുത്തപ്പോ ആ മരണത്തിൽ നിന്ന് നമുക്ക് മോചനം കിട്ടി. ഹല്ലേലൂയ. അതാണ് പറയണേ, അങ്ങനെ നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തന്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. ദൈവസ്നേഹം, ദൈവത്തിന്റെ പ്രേമം ദൈവം തന്റെ മക്കളോട് പ്രകടമാക്കിയത് ഇതുപോലെ പാപപരിഹാരത്തിന് വേണ്ടി തന്റെ പ്രിയപ്പെട്ട മകനെ നമുക്ക് വേണ്ടി തന്നുകൊണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നീ പാപിയായിരിക്കാം, നിന്റെ കുടുംബത്തില് ഒത്തിരി ശാപം ഉണ്ടായിരിക്കും, ആഭിചാരത്തിന്റെ, മന്ത്രവാദത്തിന്റെ, അല്ലെങ്കിൽ പ്രമാണ ലംഘനത്തിന്റെ ഉണ്ടായിരിക്കാം. പക്ഷെ ക്രിസ്തു അതെല്ലാം ഏറ്റെടുത്ത് നമുക്ക് നമ്മുടെ കുടുംബത്തിനും അവകാശപ്പെട്ട മരണത്തെ യേശു ഏറ്റെടുത്തു കഴിഞ്ഞു. ഹല്ലേലൂയ. വീണ്ടും 8-ാമത്തെ അധ്യായം, 8-ാമത്തെ അധ്യായത്തിന്റെ 32-ാമത്തെ വചനം കേട്ടെ. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം വായിക്കുമാരും കണ്ണടക്കണ്ട, തുറന്നിരുന്ന് കേട്ടോ. ഹല്ലേലൂയ. കേട്ടെ, സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? നിങ്ങൾ പറഞ്ഞേ, സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ. എന്തിനേൽപ്പിച്ചു തന്നു? എന്തിനാ പിതാവ് സ്വപുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നെ? ഈ ശപിക്കപ്പെട്ടവനെ പോലെ നമുക്ക് വേണ്ടി മരിക്കാൻ ഏൽപ്പിച്ചു തന്നു. എന്റെ പാപത്തിനും നിന്റെ പാപത്തിനും, എന്റെ ശാപത്തിനും നിന്റെ ശാപത്തിനും അതിന് പരിഹാരമായിട്ട് ഒരു കുഞ്ഞാടിനെ പോലെ തന്റെ പ്രിയപ്പെട്ട മകനെ പിതാവ് ഏൽപ്പിച്ചു തന്നു. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ അവനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ പുത്രനിലൂടെ എല്ലാം നമുക്ക് ദാനമായിട്ട് പിതാവ് തരും. ഹല്ലേലൂയ. ഓർത്തേക്ക്, തന്റെ പ്രിയപ്പെട്ട മകന് ദൈവം തന്നെങ്കിൽ അതിനേക്കാൾ വലുതെന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ഉണ്ടോ? നിന്റെ സാമ്പത്തിക തകർച്ച പുത്രനേക്കാൾ വലുതാണോ? നിന്റെ രോഗങ്ങൾ പുത്രനേക്കാൾ വലുതാണോ? നിന്റെ മക്കൾ യേശുവിനേക്കാൾ വലുതാണോ? ഈ പ്രിയപ്പെട്ട പിതാവ് തന്റെ പ്രിയപ്പെട്ട മകനെ സ്വപുത്രനെ പോലും നമുക്ക് തന്നെങ്കിൽ ആ പുത്രനിലൂടെ, അതാണ് കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 10-ാം വചനം. വചനം കൊടുന്നവർ വായിക്കും. 2 കൊരിന്ത്യർ 1:10. 2 കൊരിന്ത്യർ 1:10. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ നമുക്ക് അതെ എന്ന് തന്നെ. ഹല്ലേലൂയ എന്ന് പറഞ്ഞെല്ലാവരും ദൈവത്തിന്റെ ഉറക്കപ്പുറ, ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ എനിക്ക്, സംഘത്തുവ എനിക്ക് അതെ എന്ന് തന്നെ. അങ്ങനെ പറഞ്ഞ് ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ എനിക്ക് അതെ എന്ന് തന്നെ. എന്നിട്ട് പറഞ്ഞ് ദൈവത്തിന്റെ വാഗ്ദാനമാണ് സൗഖ്യം, ദൈവത്തിന്റെ വാഗ്ദാനമാണ് അനുഗ്രഹം, ദൈവത്തിന്റെ വാഗ്ദാനമാണ് സമൃദ്ധി, ദൈവത്തിന്റെ വാഗ്ദാനമാണ് രക്ഷ, ദൈവത്തിന്റെ വാഗ്ദാനമാണ് നീയും നശിക്കരുത്, നിന്റെ കുടുംബം നശിക്കരുത്. ഇവിടെ പറയാ ദൈവത്തിന്റെ അങ്ങനെ ഒത്തിരി വാഗ്ദാനങ്ങളുണ്ട്. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ നമുക്ക്
അതെ എന്ന് തന്നെ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈശോയിൽ ഇതെല്ലാം ഉണ്ട് നമുക്ക്. അതുകൊണ്ട് അത് നമ്മൾ ഇങ്ങോട്ട് ചോദിച്ചു വാങ്ങണം. അപ്പൊ ഇതാണ് പറയണേ, സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്ന പിതാവ് അവനിലൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ഹല്ലേലൂയ, യേശുവേ നന്ദി. വീണ്ടും എഫെസോസ്യർക്ക് എഴുതിയ ലേഖനത്തില് 2-ാമത്തെ അധ്യായത്തിന്റെ 4-5 വചനങ്ങൾ ഇവിടെ പറയാണ്, എന്നാൽ നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നു. കേട്ടെ, എന്നാൽ നമ്മൾ പാപം വഴി മരിച്ചവർ. ഒരു കാര്യം ഓർത്തോ, പാപമുണ്ടോ അവിടെ എന്തുണ്ട്? മരണമുണ്ട്. പാപമുണ്ടോ അവിടെ രോഗമുണ്ട്. പാപമുണ്ടോ അവിടെ തകർച്ചയുണ്ട്. പാപമുണ്ടോ അവിടെ സാത്താനുണ്ട്. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് പാപത്തിന്റെ അനന്തര ഫലങ്ങൾ നമ്മിലും നമ്മുടെ കുടുംബത്തിലും. അപ്പോൾ പറയാണ്, നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം. ഹല്ലേലൂയ. ഈ വചനത്തെ ചങ്കിലേറ്റിക്കൊണ്ട് ഇന്ന് ശുശ്രൂഷ പങ്കെടുത്തോ, നിങ്ങളുടെ ഒരുമാതിരി പ്രശ്നങ്ങളൊക്കെ മാറും. ഇനി മാറില്ലെങ്കിൽ വേറെ വഴി ഞാൻ അടുത്ത് പറയും. ഞാൻ അത് കേട്ടിരിക്കും. ഹല്ലേലൂയ. ഇത് കസേരയുടെ നാടി താഴെ വീടേത്തോ, വീണ് ഞാൻ പിന്നെ കഴുത്തൊടിഞ്ഞ് ചാവും. അതുകൊണ്ട് ഉഷാറായിട്ടൊക്കെ ഇരിക്കും. ഹല്ലേലൂയ. ഒന്ന് ഉഷാറായിട്ടൊന്ന് ഇൻവോൾവ് ചെയ്യുന്നേ. ഹല്ലേലൂയ. യേശുവേ നന്ദി. എന്നിട്ട് കേട്ടെ, എന്നാ പാപം മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം. കണ്ടോ, ആ വാക്കൃത്ത് കരുണാ സമ്പന്നൻ. എന്താ അർത്ഥം? കരുണയിൽ സമ്പന്നൻ. നിന്നെ സ്നേഹിക്കും എന്നാണ് കരുണ എന്ന് പറഞ്ഞ. എന്ന് പറഞ്ഞ ഞാൻ എവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ് കരുണ എന്ന് പറഞ്ഞ. അച്ഛൻ പറഞ്ഞ ചില നിർവചനങ്ങൾക്ക് ഓർത്തിരിക്കണം. അത് ക്ലൂ മർമ്മമാണത്. അത് ഓർത്ത്. എന്താണ് കരുണ എന്ന് അച്ഛൻ പറഞ്ഞേ? എന്താണ് കരുണ എന്ന് പറഞ്ഞ? ഞാൻ പറഞ്ഞൊരിക്കല്, അർഹതപ്പെട്ടത് നൽകാത്തതാണ് കരുണ. അങ്ങനെ പറഞ്ഞില്ല അച്ഛൻ? ഓർക്കണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടില്ല അച്ഛൻ? പോടാ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛന്റെ മെയിൻ പോയിന്റുകളൊക്കെ അത് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞു. എന്താണ് അർഹതപ്പെട്ടത് തരൂല, അതാണ് കരുണ. നമുക്ക് ശരിക്കും എന്താ അർഹതപ്പെട്ടാണ്? ശരിക്കും പറഞ്ഞ് നമുക്ക് എന്താ ശരിക്കുള്ള അർഹത? മരണമാണ്. കാരണം എന്താ? പാപത്തിന്റെ വേദന. ശരിക്കും ചിന്തിക്കട്ടോ, പാപത്തിന്റെ വേദനം മരണം. ശരിക്കും നമുക്ക് എന്താ അർഹതയുള്ള? എന്തോരോ പാപം ചെയ്താണ് ഈ ശരീരത്തില്. സത്യം പറഞ്ഞ നമ്മുടെ അർഹത മരണമാണ്. അല്ലേ? അല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അപ്പൊ പാപികളായ നമുക്ക് അവകാശപ്പെട്ടതും നമുക്ക് നിയമപരമായ അർഹതപ്പെട്ടതും മരണമാണ്. എന്നാൽ ആ അർഹതപ്പെട്ട മരണത്തെ നമുക്ക് തരാതെ ആ മരണത്തെ സ്വയം ഏറ്റെടുത്ത് ദൈവം കാണിക്കുന്ന സ്നേഹത്തിന് പറയുന്ന പേരാണ് കരുണ. അതാണ് മക്കളെ കരുണാസമ്പന്നനായ ദൈവം. ഹല്ലേലൂയ. ഇതൊക്കെ ഓർത്തും സന്തോഷത്തോടെ പറഞ്ഞോടെ ചങ്ങാതിമാരെ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറയാണ്, എന്താ പറഞ്ഞേ? പാപം മരിച്ചെന്ന കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ. വാക്കുകളും ഓർത്തേക്ക്. നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോട് കൂടെ നമ്മെ ജീവിപ്പിച്ചു. ക്രിസ്തുവിനോടുകൂടെ നമ്മെ ജീവിപ്പിച്ചു. പാപത്തെ നശിപ്പിച്ച് പാപത്തിന്റെ വേദനമായ മരണത്തെ പരാജയപ്പെടുത്തി നമുക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിലൂടെ ആ പിതാവായ കരുണാസമ്പന്നനായ ദൈവം എന്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മെ ഉയർപ്പിച്ചു. ഈ വലിയ കരുണയാണ് ഈ നോമ്പുകാലത്തിൽ തന്റെ മക്കൾക്ക് ദൈവം സമർത്ഥമായിട്ട് വിളമ്പുന്ന മഹാവിരുന്ന്. കരുണയുടെ വിരുന്ന്. സന്തോഷമല്ല നിങ്ങൾക്ക് ഇത്രയും കേട്ടിട്ടും? ഹല്ലേലൂയ. ഇതൊക്കെ നടക്കുവോ?
നടത്തണം. നമുക്ക് അതിനുവേണ്ടി ഒരുങ്ങുക, പ്രാർത്ഥിക്കുക, തമ്പുരാന്റെ സ്നേഹത്തിലേക്ക് വരിക, പാപത്തിന്റെ പരിഹാര ബലി സ്വന്തമാക്കുക, അതിനുവേണ്ടി കുമ്പസാരിക്കുക, പ്രായശ്ചിത്തങ്ങൾ ഏറ്റെടുക്കുക, ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ഈ കർത്താവിലേക്ക് റോമ 8:1-2 എന്താ പറഞ്ഞ്? ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ഇനിമേൽ ശിക്ഷാവിധി ഇല്ല. കേട്ടെ? ആകയാൽ ഇപ്പോൾ ഈ പാപപരിഹാര ബലിയർപ്പിച്ച, ശാപങ്ങൾ നീക്കി ശപിക്കപ്പെട്ടവനെ പോലെ മരത്തിൽ തൂക്കപ്പെട്ട ഈ യേശുക്രിസ്തുവിനോട് ഇപ്പോൾ നീ ഐക്യപ്പെട്ടാൽ, ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ഇനിമേൽ ശിക്ഷാവിധി ഇല്ല. എന്തെന്നാൽ യേശുക്രിസ്തുവിലുള്ള നിയമം ജീവന്റെ നിയമം. ഈശ്വരനെ വന്നേ യോഹന്നാൻ 10:10 എന്തിനാ വന്നേ? ഈശോ പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് അല്പാൽപമല്ല സമർത്ഥമായിട്ടുണ്ടാകാനും വേണ്ടിയാ. അപ്പൊ യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം ഒരുവനെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. കൈയടിച്ചെല്ലാവരും ശക്തിയുടെ കരടി കൈ പുകയട്ടെ. യേശുവേ നന്ദി. നല്ല ചൂടും നല്ല വേർപ്പും നല്ല പുഴുക്കുണ്ട്. അപ്പൊ ചിലക്ക് ഉറക്കം വരും. പക്ഷെ ഉറങ്ങാണ്ടിരുന്ന് കേട്ടോ, അതുപോലത്തെ വചനങ്ങളെ കർത്താവ് ഇന്ന് സ്പെഷ്യലായിട്ട് തന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, യേശുവിനോട് ഐക്യപ്പെട്ട് ആ ജീവൻ പ്രാപിക്കാൻ കർത്താവ് നമ്മെ വിളിക്കാം. വീണ്ടും യോഹന്നാന്റെ 1-ാം ലേഖനത്തില് 4-ാം അധ്യായത്തിന്റെ 9-10 തിരുവചനങ്ങൾ. 1 യോഹന്നാൻ 4:9-10 അവിടെ പറയാണ്, തന്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി, കേട്ടെ, തന്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. കേട്ടെ, തന്റെ പുത്രൻ വഴി നാം ജീവിക്കണം. തന്റെ പുത്രൻ വഴി നമ്മുടെ കുടുംബങ്ങൾ ജീവിക്കണം. തന്റെ പുത്രൻ വഴി നമ്മുടെ മക്കൾ ജീവിക്കണം. തന്റെ പുത്രൻ വഴി നമ്മുടെ ജീവിതം ജീവിക്കണം. വളരണം, നശിക്കാൻ പാടില്ല, ഉണങ്ങാൻ പാടില്ല, മരിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്റെ പുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. കേട്ടെ, ദൈവം പിതാവ് ആ സ്നേഹത്തിന്റെ പാരമ്യത്തിൽ, കരുണയുടെ സമ്പന്നതയിൽ നാം ആരും നശിക്കാതിരിക്കാൻ, നാം ജീവിക്കാൻ വേണ്ടി തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. എന്നിട്ട് പറയാണ്, അങ്ങനെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. ഇതാ മക്കളെ, ദൈവത്തിന്റെ സ്നേഹം നമ്മൾ നശിക്കാതിരിക്കാൻ, നമ്മൾ ജീവിക്കാൻ, നമ്മൾ രക്ഷപ്രാപിക്കാൻ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഇടയിൽ ഇതാ വെളിപ്പെട്ടിരിക്കുന്നു. പറയാണ്, നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം പ്രകടമാകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ഈ വലിയ സ്നേഹം ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രേമലേഖനം. ഇതുപോലെ ആരാ നമ്മെ സ്നേഹിച്ചിട്ടുള്ള മക്കളെ? നമ്മുടെ പാപം ഏറ്റെടുത്ത് സ്നേഹിച്ച ആരെങ്കിലും ഉണ്ടോ? നിന്റെ ഭർത്താവിന് നിന്റെ പാപം ഏറ്റെടുത്ത് സ്നേഹിക്കാൻ പറ്റുമോ? നിന്റെ ഭാര്യയ്ക്ക് നിന്റെ പാപം ഏറ്റെടുത്ത് സ്നേഹിക്കാൻ പറ്റുമോ? നിന്റെ മക്കൾക്ക് പറ്റുമോ? കൂട്ടുകാർക്ക് പറ്റുമോ? അച്ഛന് പറ്റുമോ? കന്യാസ്ത്രീക്ക് പറ്റുമോ? സഭയ്ക്ക് പറ്റുമോ? ആർക്കും പറ്റില്ല. എന്നാൽ യേശുക്രിസ്തുവിന് മാത്രം പറ്റും. അതുകൊണ്ടാണ് മക്കളെ, യേശുക്രിസ്തു ഏകരക്ഷകൻ. ഈ സ്നേഹത്തെ പ്രഘോഷിക്കാൻ, ഈ സ്നേഹം വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് സ്വീകരിക്കാൻ, ഈ സ്നേഹത്തിന്റെ ശക്തി സ്വന്തമാക്കാൻ യേശുവിലേക്ക് കടന്നു വരാൻ സാധിച്ചാൽ നമുക്ക്, നമ്മുടെ കുടുംബത്തിന്, ലോകത്തിന് അതിനാൽ തന്നെ രക്ഷയുണ്ട്, സമാധാനമുണ്ട്. നമുക്കറിയാം, ഇന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ കൊല്ലയും കൊലവിളിയും ഒത്തിരിയേറെ നാശങ്ങളും ഭീകര പ്രവർത്തനങ്ങളും കൊണ്ടൊക്കെ നശിച്ചു പോകുമ്പോൾ ഈ സ്നേഹത്തെ പ്രഘോഷിക്കാനും ഈ സ്നേഹത്തെ സ്വന്തമാക്കിയെടുക്കാനൊക്കെ നമുക്ക് കഴിയണം. അതുകൊണ്ട് ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ ഈശോയിലേക്ക്
അടുക്കുവാനും ഈശോയെ സ്വന്തമാക്കാനും ഈശോയുടെ ബലി, ആ ബലിയുടെ ശക്തി സ്വന്തമാക്കി യേശുവിനോട് ഐക്യപ്പെട്ട് ഈ പറഞ്ഞ രക്ഷ, സൗഖ്യം, ജീവൻ, സമൃദ്ധി സ്വന്തമാക്കുമ്പോൾ നമ്മുടെ ജീവിതം അതിനാൽ തന്നെ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. നിനക്ക് പിടികിട്ടുണ്ടേ പറയണേ. മനസ്സിലാവണ്ടോ? മനസ്സിലായവർ ഭാഗ്യവാന്മാർ, മനസ്സിലാകാതെ ഇരിക്കുന്നുണ്ടെങ്കിലും കേട്ടിട്ടുള്ളവർ ഭാഗ്യവാന്മാർ. എപ്പോഴെങ്കിലും അത് വളരെ ശക്തമായിട്ട് ഫലം നമ്മളിൽ ധരിപ്പിച്ചോളും. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്കൊക്കെ ഒറ്റ വഴിയുള്ളൂ, ഒറ്റ ഉത്തരവാദിത്തമുള്ളൂ. എന്താണ്? ഈ കർത്താവിനോട് ഐക്യപ്പെടുക, ആ സ്നേഹത്തെ സ്വീകരിക്കുക, ഈ ബലി സ്വന്തമാക്കിയെടുക്കുക. അപ്പൊ നമുക്ക് രക്ഷയുണ്ടെന്ന്. ഇനി രക്ഷ എന്ന് പറഞ്ഞെന്താ കേൾക്കട്ടെ? ഹലോ, നിങ്ങൾ മിണ്ടിയും പറഞ്ഞു. എന്താണ് രക്ഷ എന്ന് പറഞ്ഞാൽ? എന്താണ് രക്ഷയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നിങ്ങളുടെ? പറഞ്ഞില്ലേ, അവൻ യാതൊരുവനും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കാൻ. ആ രക്ഷ മെയിൻ പോയിന്റാ, മർമ്മപ്രധാനമാണ് രക്ഷ. എന്താണ് രക്ഷ എന്ന് പറഞ്ഞാൽ? ഇനി ഒരു 200 വർഷം കൂടെ ജീവിച്ചാൽ രക്ഷ കിട്ടും. ഹലോ, നിനക്കൊരു 100 കോടി രൂപ കിട്ടി, നീ രക്ഷപ്പെടും. നിനക്ക് എന്നിട്ട് കല്യാണം നടന്നു, രക്ഷപ്പെടും. അമേരിക്കയിൽ പോയി, രക്ഷപ്പെടും. പിന്നെന്തോട്ടെ എപ്പോഴാ രക്ഷപ്പെടണേ? ഇപ്പൊ നിന്റെ ഈ സാമ്പത്തിക പ്രതിസന്ധി അങ്ങോട്ട് മാറി, നീ രക്ഷപ്പെടുവോ? വിടുവോ? ഇപ്പൊ നിന്റെ പ്രശ്നങ്ങൾ കുറെ ഉണ്ട്. രോഗമുണ്ട്, ക്യാൻസർ ഉണ്ട്, സാമ്പത്തിക തകർച്ചയുണ്ട്, മക്കൾ വഴിതെറ്റിപ്പോയിരിക്കുന്നു. ഇതൊക്കെ ശരിയായാൽ നീ രക്ഷപ്പെടുവോ? പെടുന്നു. ഹല്ലേലൂയ. ഞാൻ ഇന്നലെ പ്രായമായ സിസ്റ്റേഴ്സ് താമസിക്കുന്ന ഒരു ഭവനത്തിൽ 32ഓളം വയസ്സായ സിസ്റ്റേഴ്സ്, ഒക്കെ 80, 82, 90, 92 ഇത്രയും പ്രായമായ കന്യാസിമാരെ. അതിലൊരു 40 വയസ്സിൽ താഴെയുള്ള ഒരു കന്യാസ്ത്രീ ഉണ്ട്. ക്യാൻസറാ, അവസാനത്തെ സ്റ്റേജാ, എല്ലായിടത്തും സ്പ്രെഡായി. ഇനി ജീവിക്കത്തില്ല, ട്യൂബൊക്കെ ഇട്ട് ഇങ്ങനെ മരണത്തോട് അങ്ങനെ നിൽക്കുക. ഇനി ആശുപത്രി പോലും കൊണ്ട് ചെല്ലണ്ട എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. അങ്ങനെ ഗവൺമെന്റിലിരിക്കുക. അപ്പൊ ഈ ഇങ്ങനെ ഗവൺമെന്റിലാണ്. ഞാനവിടെ ചെന്നിപ്പോ ഞാനിങ്ങനെ പല കാര്യങ്ങൾ ചിന്തിച്ചു. ഒക്കെ ഞങ്ങളുടെ ഈ സഭയില് പ്രായമായ അച്ഛന്മാരില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രായമായ വിഷമമൊന്നും അറിയില്ല. ഒക്കെ ഞങ്ങൾക്ക് എനിക്കറിയാലോ, നമ്മുടെ അച്ഛന്മാരൊക്കെ ചെറുപ്പക്കാരാ, കുറച്ച് വരും. ഇന്നലെ ഞാൻ പറയാറുന്നു, ഒരു 10 വർഷം കഴിഞ്ഞാൽ എല്ലാ വർഷവും മിക്കവാറും ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് തട്ടിക്കൊണ്ടിരിക്കും. ഇപ്പൊ ആരും മരിച്ചിട്ടില്ല, മരിക്കാൻ തുടങ്ങും. ഇങ്ങനെ പിന്നെ വൃദ്ധമന്ദിരങ്ങൾ പണിയേണ്ടി വരും അച്ഛന്മാർക്ക് താമസിക്കാൻ സ്ഥലം. അവർക്കാണ് ഈ പാവപ്പെട്ട വയസ്സായവരുടെ അവസ്ഥ. കുറെ സിസ്റ്റേഴ്സിന് ഡിപ്രഷൻ, മരുന്ന് വെച്ചുകൊണ്ടിരിക്കുന്നു. കുറെ പേര് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, പേടി ഇങ്ങനെ ഇരിക്കണം. ഈ 40 വയസ്സ് താഴെയുള്ള സിസ്റ്റർ, ഞാൻ പറഞ്ഞ ഈ ക്യാൻസർ അവസ്ഥയിലാണ്. ഈ സിസ്റ്ററിന് ജീവിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ സിസ്റ്റർ, ഞാൻ ചോദിച്ചു, എന്തിനു വേണ്ടി അച്ഛൻ സിസ്റ്ററിന് പ്രാർത്ഥിക്കണ്ടേ? ഈ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം അച്ഛൻ. അപ്പൊ എനിക്ക് തമ്പുരാന്റെ എനിക്ക് രോഗം മാറി കിട്ടണം. അപ്പൊ ഈ സിസ്റ്റർ ഒരു ധ്യാന കേന്ദ്രത്തിൽ ജോലി ചെയ്ത സിസ്റ്ററാ. ഒത്തിരി വചനം കേട്ടിട്ടുണ്ട്, വചനം പറയുന്ന സിസ്റ്ററാ, ധ്യാനിപ്പിക്കുന്ന സിസ്റ്ററാ, ഒത്തിരി പ്രാർത്ഥിക്കുന്ന സിസ്റ്ററാ. ഈ സിസ്റ്റർ ഇങ്ങനെ രോഗസൗഖ്യത്തിന് വേണ്ടി ഇങ്ങനെ ഇരുന്ന് ഇതാക്കിക്കൊണ്ടിരിക്കുക. ഇപ്പൊ എന്തിനുള്ള സമയ? നല്ല മരണത്തെ ഒരുങ്ങുന്ന സമയമാണ്. ആ ഒരു കൃപയും അഭിഷേകവും ആ സിസ്റ്ററിന് കിട്ടിയിട്ടില്ല. ഇപ്പൊ എന്താ പ്രശ്നം അറിയോ? ഈ സിസ്റ്ററിന്റെ വേദന എന്ന് പറഞ്ഞാൽ, ഞാൻ ഇത്രയും കർത്താവിന് വേണ്ടി ജീവിച്ചിട്ട്, ഞാൻ ഇത്രയും വചന ശുശ്രൂഷ ചെയ്തിട്ട്, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്റെ ദൈവം എന്നെ സുഖപ്പെടുത്തുന്നില്ല, എനിക്ക് രോഗം മാറ്റി തരുന്നില്ല, അതുകൊണ്ട് ഞാൻ പള്ളിപ്പോയില്ല. പള്ളിപ്പോക്കില്ലെന്ന് നിങ്ങൾ ചിരിക്കണ്ട, ഭയങ്കര സംഭവമാണ്. പ്രാർത്ഥിക്കാം, പ്രാർത്ഥന മുടക്കി, ദൈവത്തോടൊരു വെറുപ്പ്. ഇന്നുണ്ടല്ലോ പ്രിയപ്പെട്ട മക്കളെ, നമുക്കൊരു ചിന്തയുണ്ട്. രക്ഷ എന്ന് പറഞ്ഞാൽ അനുഗ്രഹം എന്ന് ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. ആരും ഉറങ്ങാണ്ട് കേൾക്കണം, ഇപ്പയോ അച്ഛപ്പാട് ശ്രദ്ധിച്ചേക്കണം. രക്ഷ എന്ന് പറഞ്ഞാൽ, അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, ഇന്ന് പലരുടെയും ഒരു ചിന്താഗതി രോഗം മാറലാണ്, കല്യാണം നടക്കലാണ്, പിള്ളേര് ഉണ്ടാകലാണ്, സാമ്പത്തിക തകർച്ച മാറലാണ്, ക്യാൻസർ മാറലാണ് എന്ന ഒരു ചിന്തയുണ്ട്.
സത്യം പറഞ്ഞ അതല്ല മക്കളെ അനുഗ്രഹമെന്ന് മനസ്സിലാക്കാനും അതിനേക്കാളും ഉപരിയാണ് യഥാർത്ഥമായ രക്ഷയെന്നും മനസ്സിലാക്കാനും എനിക്കും നിനക്കും കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്നും ദുരിതപൂർണമായിരിക്കും. പറഞ്ഞ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. ഇതെങ്ങനെ പറഞ്ഞ് കൽപ്പിക്കണം എനിക്കറിയത്തില്ല. ഞാൻ ഇന്നലെ തുടങ്ങി കിട്ടിയ ധ്യാനിച്ചപ്പോൾ എനിക്ക് പറയണമെന്ന് കർത്താവ് പറഞ്ഞതാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് മക്കളെ, ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കുന്ന നൈമിഷികമായ, ഭൗതികമായ, ജഡികമായ സൗഖ്യം, സന്തോഷം, സമാധാനമാണ് അനുഗ്രഹമെന്നും രക്ഷയെന്നും കരുതിയാൽ അതാ പറഞ്ഞ ഈ ജഡികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം, ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നവരാണ് നമ്മളെങ്കിൽ ഈ ലോകത്തിൽ വെച്ച് മറ്റെല്ലാവരെക്കാളും ദോഷന്മാരാണെന്നാണ് പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമുക്ക് ക്രിസ്തുവിനെ വേണ്ടത് രോഗശാന്തി കിട്ടാനല്ല മക്കളെ. ക്രിസ്തു വന്നത് രോഗികളെ സുഖപ്പെടുത്താനല്ല. ക്രിസ്തു വന്നത് മരിച്ചവരെ ഉയർപ്പിക്കാനല്ല. ക്രിസ്തു വന്നത് കാറ്റിന് അടക്കാനല്ല. ക്രിസ്തു വന്നത് 5 അപ്പം കൊണ്ട് 5000 പേർക്ക് കൊടുക്കാൻ അല്ല. ക്രിസ്തു വന്നത് കുരിശിൽ മരിക്കാനാ, പാപം ഏറ്റെടുക്കാനാ. വെറും 33 വയസ്സ് നോക്കിയേ, വെറും 33 വയസ്സ് പിതാവിന്റെ ഏകജാതൻ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് അതിദാരുണമായ പീഡാസഹനങ്ങൾ ഏറ്റെടുത്ത് കുരിശിൽ അതിദാരുണമായ പീഡാസഹനങ്ങളോട് മുറിവേറ്റ് ഇതാ എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞ് 33-ാമത്തെ വയസ്സിൽ ഈ ജീവിതം കുരിശിൽ ശപിക്കപ്പെട്ടവനെ പോലെ അവസാനിപ്പിക്കാനാ യേശുവെന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, യേശുവിനെ തേടേണ്ടത് ഈ കുരിശ് മരണത്തെ സ്വന്തമാക്കാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ കഷ്ടമേ എന്ന് പറയട്ടെ, ഇന്നത്തെ കാലഘട്ടത്തിൽ പല പല ധ്യാനങ്ങളും പല പല കൺവെൻഷനുകളും പല പല നൊവേനകളും പല പല കൂട്ടായ്മകളും ഈ ഭൗതികതയിൽ കേന്ദ്രീകൃതമായ ഒരു രക്ഷ, ഒരു അനുഗ്രഹം പ്രഘോഷിക്കുന്ന, പ്രതീക്ഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിന്റെ ക്യാൻസർ മാറിയാലും, നിനക്ക് പിള്ളേരുണ്ടായാലും, നിനക്ക് രോഗം മാറിയാലും, നിന്റെ നടുവേദന മാറിയാലും, എന്തെല്ലാം മാറിക്കിട്ടിയാലും ഇന്നല്ലെങ്കിൽ നാളെ നീയും ഞാനും മരിക്കണം. എനിക്ക് ഇവിടുത്തെ പൗരത്വമല്ല ഉള്ള. ഈശോ തന്നെ വന്നേ, ഈശോ പറഞ്ഞു നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥം. യോഹന്നാൻ 14:1 മുതൽ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നില്ല. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ജീവിതത്തെ യേശു കൂട്ടിക്കൊണ്ടുപോകും എന്ന് പറഞ്ഞ സ്വർഗത്തിൽ അടിസ്ഥാനമിട്ട് ഇവിടെ വളർത്തിക്കോ, ഇവിടെ വളർത്തിക്കോ. നീ വളർന്നോ, നിന്റെ കുടുംബത്തെ വളർത്തിക്കോ, നിന്റെ മക്കളെ വളർത്തിക്കോ, രക്ഷോടും. ഇന്ന് പലർക്കും ജീവിച്ചു കൊതി തീരാത്തവർ, നമുക്കാർക്കും ജീവിച്ചൊന്നും മതിയാവില്ല. ഈ ലോകത്തിന്റെ വഴിയിലൂടെ പോകുന്നവർക്ക്, ഈ ശരീരം മാത്രം കണ്ട് ജീവിക്കുന്നവർക്ക് നമ്മുടെ പൗരത്വം എവിടെയുടെ മക്കളെ? ശരിക്കുള്ള പൗരത്വം അവിടെയല്ലേ? ഇത്തിരി നേരത്തെ പോയ എന്താ കുഴപ്പം? ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരിക്കും അതിലുറപ്പ് സ്വർഗത്തിൽ അപ്പൊ എപ്പോഴും നമുക്ക് സമാധാനമുണ്ട്. ഇപ്പൊ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഒത്തിരി ചികിത്സിച്ചൊന്ന് കാശ് കളയണ്ട, ഉള്ള നേരം നന്നായിട്ട് ഒരുങ്ങി, കുമ്പസാരിച്ചൊരുങ്ങി നേരത്തെ കൊണ്ട് പൊക്കോ. മക്കളുടെ കാര്യം അതൊക്കെ തമ്പരാൻ നോക്കിക്കോളൂ. ഹല്ലേലൂയ. ഞാൻ ഓർക്കണ്ട, എൻ്റെ അനിയന്റെ ഭാര്യയുടെ ഒറ്റ ആങ്ങളേ ഉള്ളൂ, കുറച്ച് ആങ്ങളുണ്ടായിരുന്നുള്ളൂ. അവര് 3 മക്കളാണ്. ഇളയ കൊച്ചിന് 60 ദിവസം പ്രായം, മൂത്ത 2 ആൺപിള്ളേരും. അപ്പൊ ആ ഇളയ കൊച്ചിന്റെ മാമോദീസായ്ക്ക് വേണ്ടി ഭാര്യ വീട്ടിലാണ് അവര് പ്രസവിച്ചിടുന്നത്.
അപ്പൊ 60 ദിവസമായിട്ടുള്ളൂ. ആ കൊച്ചിന്റെ മാമോശയ്ക്ക് വേണ്ടി അവൻ വീട്ടിൽ നിന്ന് ഇവളെ കൂട്ടിക്കൊണ്ട് ഈ കൊച്ചിന് ഉടുപ്പ് വാങ്ങാൻ വേണ്ടി അങ്കമാലിക്ക് പോയിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് ലോറി ഇടിച്ച് 2 പേര് മരിച്ചു. അളിയനും മരിച്ചു, ഭാര്യയും മരിച്ചു. 2 പേര് സ്പോട്ടിൽ മരിച്ചു. വണ്ടി ലോറി കയറി ഇറങ്ങിപ്പോയി. കുറച്ച് വർഷങ്ങളായി. മൂത്ത കൊച്ച് 7ാം ക്ലാസ്സിൽ പഠിക്കണു, താഴത്തെ കൊച്ച് 4ാം ക്ലാസ്സിൽ പഠിക്കണു, ഇളയ കൊച്ച് 60 ദിവസം പ്രായം. ഒറ്റ ആങ്ങള. എൻ്റെ അനിയത്തിക്ക് ഒരു ആങ്ങളയും ഒരു ചേച്ചി സിസ്റ്ററുമാണ്. ഇവിടെ ഇളയോടാ അനിയന്റെ ഭാര്യ. നോർത്തേക്ക് നിങ്ങൾ ആ മക്കള് ഇന്ന് ഒരുത്തൻ എഞ്ചിനീയറിംഗ് ഇപ്പൊ കഴിഞ്ഞു, രണ്ടാമത്തവൻ സെമിനാരി ചേർന്നു ഇപ്പൊ സെക്കൻഡ് ഇയറാണ്. ആര് വളർത്തി? അമ്പരാൻ നോക്കിക്കോളും. അതുകൊണ്ട് നീ ഒന്നും ആകുലപ്പെടുന്ന, മക്കൾക്ക് വേണ്ടി ഒരു പരിധി വിട്ട് സമ്പാദിക്കാനും പോരട്ടാ. വളരെ സമാധാനം ജീവിതങ്ങൾക്ക് സമ്പാദിച്ചിട്ട് കാര്യമൊന്നുമില്ല. ദൈവത്തെ കൊടുക്കും. കാരണവരുണ്ടാക്കാൻ മക്കൾക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കണ്ട. നീ നരയിക്കും മക്കളെ ഓർത്ത്. അതുകൊണ്ട് ഞാൻ പറയാം, വിതയും കൊയ്ത്തും ഓർക്കണ്ടല്ലേ? വിതയ്ക്കണം, നന്നായിട്ട് വിതക്കി. ഈ വചനം വിതക്കി, യേശുവിനെ വിതക്കി, ബാക്കിയെല്ലാം കർത്താവ് നോക്കിക്കോളും. ഹല്ലേലൂയ, യേശുവേ നന്ദി. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ ലോകത്തിന് വേണ്ടി നമ്മൾ ജീവിക്കരുത്, ജഡത്തിനു വേണ്ടി ജീവിക്കരുത്. സ്വർഗത്തിൽ പോകാൻ വേണ്ടി അതിലിട്ട് ജീവിച്ചോ. അപ്പൊ നമുക്ക് ഈ വയസ്സ്, ഞാൻ പറഞ്ഞ ആ സിസ്റ്റേഴ്സിനൊക്കെ പേടിയാ, മരിക്കാൻ പേടിയും. ഞാൻ അവർക്ക് സിസ്റ്റേഴ്സ് ഓർക്കണം. നിങ്ങളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? എല്ലാം വിട്ടിട്ട് പോകുന്ന ടീമാന്ന് ഓർക്കണം. ഞാൻ പറഞ്ഞു ഈ കാലഘട്ടത്തിന് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വർത്താനം പറഞ്ഞൊന്നും കാര്യമില്ല, അച്ഛനും പറയാൻ പറ്റൂല. ഈ അവസ്ഥ വരുമ്പോ ഞാനതാ എനിക്ക് പേടി. ദൈവമേ, ഈ അവസ്ഥ വരുമ്പോ എന്താവോ ഇത്രയും പ്രാർത്ഥിക്കാൻ നോക്കി. കർത്താവേ, സ്വർഗത്തിൽ ഉറപ്പിക്കട്ടെ ജീവിതം, സ്വർഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഉറപ്പിക്കട്ടെ, സ്വർഗത്തെ കണ്ട് മാത്രം ജീവിക്കട്ടെ, ലോകത്തിലെ കാണാതിരിക്കട്ടെ, ഈ ജഡത്തിലെ സുഖം തേടാതിരിക്കട്ടെ. കർത്താവേ, അങ്ങനെ പ്രാർത്ഥിക്കപ്പോ ശരിക്കും ഞാൻ പ്രാർത്ഥിക്കണ്ടപ്പോ. കാരണം ആ സമയത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ അറിയോ, ഈ മരിക്കാൻ പോണ സമയത്ത് ഒത്തിരി പേര് ഞാൻ ചാവാണ്ട് കിടക്കുന്ന ടീമുകൾക്ക് കൊണ്ട് പ്രാർത്ഥിക്കാൻ പോണ അച്ഛനെ പലപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, പുറത്തെടുക്കുന്ന ടീം, ഉണങ്ങി കിടക്കുന്ന ടീം, കുറെ പേർക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ ചാവാൻ എന്താ പേടി മനുഷ്യർക്കുന്നു? ചാവാൻ പേടിയുണ്ടോ? അങ്ങനെ പേടിയില്ലാത്ത അവസ്ഥയിലേക്ക് വാ, മരിക്കാൻ പേടിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് വാ. ഞാൻ ഇവിടെ ജീവിക്കേണ്ടവനല്ല, എനിക്ക് സ്വർഗമാണ് എന്റെ നിത്യമായ പൗരത്വം. അതുകൊണ്ട് സ്വർഗത്തിൽ പോകേണ്ടവനെ ഞാൻ. ആ ഒരു സത്യമാണ്, അതാണ് സത്യമാണത്. അപ്പൊ അതിനു വേണ്ടി, അപ്പൊ നീ ഈ രോഗശാന്തി ധ്യാനത്തിന് വേണ്ടി പൊക്കോ. പക്ഷെ അതാണ് എല്ലാം എന്ന് നീ കരുതരുത്. ഇനി അങ്ങനെയുള്ള ധ്യാനങ്ങൾക്ക് ഇനി പോവ് നിർത്ത്, അങ്ങനെ ധ്യാനങ്ങൾക്കുള്ള പോക്ക് നിർത്ത്. മനസ്സിലായോ? അങ്ങനെ കുറെ ധ്യാനങ്ങളുണ്ട്. ഇത് മാത്രം പ്രദർശിപ്പിച്ചും ഇത് മാത്രം വിളിച്ചു പറഞ്ഞും വചനം പറയില്ല. ഇത് മാത്രം പറഞ്ഞ് മനുഷ്യന് രോഗസൗഖ്യത്തിലേക്ക്, അതാണ് സിസ്റ്റർ പറ്റിയ. സിസ്റ്റർ പറയാ, എന്തോരം അത്ഭുതം ഞാൻ കണ്ടു, എനിക്ക് മാത്രം ഈ സൗഖ്യം തന്നില്ല, അതുകൊണ്ട് ദൈവം വേണ്ട, പ്രാർത്ഥിക്കണില്ലേ, നിർത്തി. 3 ഒരാഴ്ച 2 ആഴ്ച കൂടുതൽ ജീവിക്കുള്ള സിസ്റ്റർ. അതുപോലെ ക്യാൻസർ സ്പ്രെഡായി. അതുപോലെ എന്റെ അടുത്ത് നിന്ന് പ്രവിശാളമക്കറിയോ, അച്ഛാ സിസ്റ്ററിനെ കാണാൻ വേണ്ടി കുറെ പേര് വന്നിട്ട് പറയും, ആൾക്കാർ വേണ്ടിയേ, കുറെ ആൾക്കാർ സിസ്റ്ററിന് ഒത്തിരി ധ്യാന കേന്ദ്രങ്ങൾ കുറെ ബന്ധമുണ്ട്. എല്ലാം നമ്മൾ പറയും, പാവം സിസ്റ്റർ, എന്നാലും സിസ്റ്ററിന് പറ്റിയില്ലോ, സഹതാപം. എന്നിട്ട് അണ്ടിപ്പരിപ്പുണ്ടെങ്കിൽ തിന്നാ മതി, മാറി. സിസ്റ്റർ അണ്ടിപ്പരിപ്പ് കഴിച്ചുകൊണ്ടിരിക്കുക. പ്രവിശാളം പറയാ, ആരോട് പറഞ്ഞു അണ്ടിപ്പരിപ്പ് കഴിച്ചു കഴിഞ്ഞാൽ കശുവണ്ടി പരിപ്പില്ലേ അത് കഴിച്ച സുഖം. അപ്പൊ കശുവണ്ടി പരിപ്പ് കഴിച്ചുകൊണ്ടിരിക്കുക, പിന്നെ ബദാമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. പാവം ഒന്ന് നിങ്ങളുടെ ആത്മാവിന്റെ അവസ്ഥ കൊടുത്ത് നോക്കി. അപ്പൊ സിസ്റ്റർ പറയാ, ഈ സിസ്റ്റർ ആത്മാവിന് വേണ്ടി 2 വാക്ക് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല അച്ഛാ. ഞാൻ ഇറങ്ങുന്ന സമയത്ത് 3-4 പേര് കാണാൻ മതി സിസ്റ്റർ. അതിൽ കയ്യിൽ പൊതിയുണ്ട്, തീറ്റയുടെ പൊതി. അപ്പോഴാ പ്രവിശാളം പറയാ, ഈ സിസ്റ്റർ ആത്മാവിന് വേണ്ടി പറഞ്ഞു കൊടുക്കാൻ ഞാൻ ആരെയും കണ്ടിട്ടില്ല അച്ഛാ. എല്ലാവരും നമ്മൾ സഹതപിക്കും. എന്നാലും സിസ്റ്റർ ചെറുപ്രായത്തിൽ നല്ല സുന്ദരി സിസ്റ്റർ, 40 വയസ്സായിട്ടില്ല. എന്നാൽ ചെറുപ്രായത്തിൽ ഇങ്ങനെ വന്നൂലോ, സഹതാപം ഞാൻ കയ്യൊക്കെ വെച്ച വല്ല ഗുണമുണ്ട് ആത്മാവിന്. ഞാൻ പറഞ്ഞു, സിസ്റ്ററെ, നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കണം. നമ്മൾ കർത്താവിന്റെ അവകാശമാണ്.
കർത്താവ് നമുക്ക് വേണ്ടി ചിലത് കരുതി വെച്ചിട്ടുണ്ട്. അതാ പൗലോസ് പറഞ്ഞ റോമ 8:35, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് ഞങ്ങളെ വേർപെടുത്തും? ക്ലേശമോ, ദുഃഖമോ, ദുരിതമോ, ആപത്തോ, പട്ടിണിയോ, വാളോ, ഈ ലോകത്തിലുള്ളവയ്ക്കോ വരാനുള്ളവയ്ക്കോ ഈ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്താൻ പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു അഭിഷേകം. അതാണ് മക്കളെ ആത്മീയത. അതാണ് ആത്മീയത. ഇന്ന് ഈ ആത്മീയത വിട്ടിട്ട് ആത്മീയതയെ ഭൗതികതയിലേക്ക് ഉറപ്പിച്ച് അനുഗ്രഹങ്ങളും അല്ലെങ്കിൽ രക്ഷാകരമായിട്ടുള്ള ഭൗതിക നേട്ടങ്ങളും കൊണ്ട് ഇന്ന് ഒത്തിരി വചന പ്രഘോഷകരും ഒത്തിരി ധ്യാന കേന്ദ്രങ്ങളും ഈ വചനത്തെ വ്യഭിചരിച്ചു. ഹല്ലേലൂയ. വളരെ തെറ്റാ നമ്മൾ ചെയ്യണം. അതുകൊണ്ട് നമ്മൾ പ്രഘോഷിക്കേണ്ടത് ഈ സത്യവചനമാണ്, ഈ സ്നേഹമാണ്. ഈ സ്നേഹം നമ്മെ സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ് വന്നത്, അല്ലാണ്ട് രോഗശാന്തി തരൂട്ടോ. ഈശോ പറഞ്ഞില്ലേ, നീ ആദ്യം ഇത് അന്വേഷിക്ക്, ഈ രാജ്യം അന്വേഷിക്ക്, ഈ നീതി അന്വേഷിക്ക്, ഈ ക്രിസ്തുവിനോട് ഐക്യപ്പെടും. അപ്പോ നിന്നെ നശിപ്പിക്കുന്ന പാപത്തിന്റെ, ശാപത്തിന്റെ, മരണത്തിന്റെ ശക്തികൾ, സാത്താന്റെ അവകാശങ്ങൾ അവസാനിപ്പിക്കും. അപ്പോ ഒത്തിരി സൗഖ്യം കിട്ടും. കിട്ടിയെങ്കിൽ കിട്ടട്ടെ, കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് സ്വന്തമാക്കി ഉള്ള നേരത്തെ സ്വദേശത്തേക്ക് മടങ്ങാൻ നമുക്ക്. അറിയൂ റെഡി? ഹല്ലേലൂയ. ആ ഒരു കാഴ്ചപ്പാടായിരിക്കട്ടെ നമ്മുടെ ജീവിതം. അപ്പൊ കർത്താവ് നമുക്ക് ദീർഘായുസ്സ് തരുടാവേ കേട്ടോ. കർത്താവ് സമാധാനം തരും. രോഗം ഉണ്ടായാലും അപ്പൊ ഞാൻ കുറക്കേണ്ടി വരും. ഈ സിസ്റ്റേഴ്സ് നോക്കണം സിസ്റ്റർ കേട്ടോ. അതുകൂടി പറഞ്ഞു, എന്നാലും ശരി പൂർത്തിയാവുള്ളൂ. 30 വർഷം ജർമ്മനിയിൽ നേഴ്സായിരുന്നു. 30 വർഷം അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് സിസ്റ്ററിന് ക്യാൻസർ വന്നു. കുടല് മുഴുവൻ പഴുത്ത് ചീഞ്ഞു, ഉള്ളിൽ മുഴുവൻ ക്യാൻസർ സ്പ്രെഡായി. ഇപ്പൊ സിസ്റ്റർ പറഞ്ഞ ഈശോയോട് പറഞ്ഞു, ഈശോയെ ഞാൻ നിന്റെ മോളാ, ഞാൻ നിന്റെ അവകാശമാണ്. ഇത്രയും നാള് ജോലി ചെയ്യാൻ എനിക്ക് കൃപ തന്നു, കൃപ തന്നു. നിനക്ക് വേണമെങ്കിൽ എന്നെ ഇനിയും ഇവിടെ ഉപയോഗിച്ചു. ഇനി ഇവിടത്തെ എന്റെ ദൗത്യം നിന്റെ ഹിത പ്രകാരം പൂർത്തിയായോ? ഓക്കെ, ഞാൻ നിന്റെ അടുത്തേക്ക് വന്നോളാം. ഐ ആം ഹാപ്പി. സന്തോഷം ഈശോയെ. അങ്ങനെ പറഞ്ഞു. സുഖപ്പെടുത്തിയെന്ന് ഇനി സുഖപ്പെടുന്നു വിചാരിച്ചോട്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഇനി സുഖപ്പെട്ടില്ലേലും അതാണ് ദാനിയേലിന്റെ 3 കൂട്ടുകാരില്ലേ, ശദ്രാക്ക്, മെഷാക്ക്, അബദ്നഗോ, തീച്ചുളി അറിയാൻ പോവാ. അപ്പൊ പറയാണ്, ഞങ്ങളുടെ ദൈവത്തിന് ഈ ചുളയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയും. ഇനി അവിടുന്ന് ഞങ്ങളെ രക്ഷിച്ചില്ലേലും ഞങ്ങൾ നിന്റെ ബിംബത്തെ കുമ്പിട്ട് ആരാധിക്കുന്നില്ല. അത് ദൈവത്തിനറിയാം. ഞങ്ങൾ തീച്ചോളി മരിക്കാനാണ് ദൈവഹിതം, കത്തിക്കോട്ടെ. ഇനി രക്ഷപ്പെടുത്താൻ പറ്റും, അതെനിക്കറിയാം. ഇനി പറ്റാത്തത് കൊണ്ടല്ല, അങ്ങനെ മരിക്കാനാണ് ദൈവഹിതമെങ്കിൽ മരിച്ചോട്ടെ. എന്നാ പ്രവീക്ഷളം അറിയാം. അച്ഛാ, ഈ സിസ്റ്റർ ചാർജ് സിസ്റ്റർ പോയാ ഭയങ്കര അഭിഷേക. ഈ മറ്റു സിസ്റ്റേഴ്സിന് 32 ഈ പ്രായമുള്ള സിസ്റ്റേഴ്സ് എന്ന് പറയും. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും, എല്ലാവർക്കും വേണ്ടി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. നല്ല മരണത്തിന് ഒരുക്കും ഈ സിസ്റ്റർ. ഈ രോഗസൗഖ്യം കിട്ടിയ സിസ്റ്റർ നല്ല മരണത്തിന് ഒരുക്കും. സിസ്റ്റർ അനുഭവം എന്ന് പറയും. നിങ്ങൾക്കറിയോ, എനിക്കും ക്യാൻസർ വന്നല്ലേ, എല്ലാവർക്കും കഴിഞ്ഞു കംപ്ലീറ്റ് പഴുത്തുന്നു. കുടലും വയറും മുഴുവൻ പഴുത്തു. അങ്ങോട്ടാണ് പറഞ്ഞ സന്തോഷത്തോടെ, കർത്താവേ ഞാൻ നിന്റെ മോളാ, നീ എന്നെ വിളിച്ചേ, ഞാൻ നിന്റെ കരവേലിയ, നിനക്കെന്നെ ഇതുവരെ ഉപയോഗിച്ചല്ലോ, സ്തോത്രം, നന്ദി. ഇനി നിനക്ക് ഉപയോഗിക്കണോ? ഉപയോഗിച്ചോ. ഇനി വേണ്ട, നേരെ കൊണ്ടോക്കോ, ഞാൻ നിന്റെ അടുത്ത് വന്നു നിന്നോളാം. എന്താ സന്തോഷമില്ല? ഹല്ലേലൂയ. ഇതാണ് മക്കളെ ദൈവിക ജ്ഞാനം, സ്വർഗീയ ജ്ഞാനം. ഇന്ന് നമ്മളൊക്കെ നമ്മുടെ ഇന്നത്തെ പല പ്രശ്നക്കാരെന്നറിയോ, ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ വേണ്ടി അവിടുന്ന് കടം മേടിച്ചു, ഇവിടുന്ന് കടം മേടിച്ചു, അവിടുന്ന് ലോൺ എടുത്തു, പിള്ളേരെ പഠിപ്പിച്ചു, പിന്നെ ഓങ്ങനെ ചെയ്തു. അങ്ങനെ നമുക്കിപ്പോ ബാധ്യതയായി, പ്രശ്നമായി, രോഗമായി, മക്കൾ വഴിതെറ്റിപ്പോയി. വിതച്ചത് മുഴുവൻ ഭൗതികതയ്ക്ക് വേണ്ടിയുള്ള വിത്ത് ഇതൊട്ട് വെച്ചില്ല. ഈ വിത്ത് വെച്ചില്ല, സ്വർഗത്തിന്റെ വിത്തൊട്ട് വെച്ചില്ല. മക്കൾ ഇപ്പൊ ഹിന്ദുവിന്റെ പിന്നാലെയും, കണ്ണി കണ്ടവന്റെ പിന്നാലെയും, കഞ്ചാവിന്റെ പിന്നാലെയും, മയക്കുമരുന്നിന്റെ പിന്നാലെയും, കൂട്ടുകെട്ടിന്റെ പിന്നാലെയും, ലോകത്തിന്റെ പിന്നാലെയും ഒക്കെ പോയിക്കൊണ്ടിരിക്കുക. എന്നിട്ടും തേടി നടക്കും, ദൈവമേ കൊച്ചിന്റെ രോഗം മാറ്റിത്താ. നിനക്ക് വിഷമമുണ്ടോ? ഇതിൽ വിഷമി. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ പോയിന്റ് ഇതാണ്. ഈ സ്നേഹമുണ്ട്, നമ്മൾ ആരും നശിച്ചു പോകരുത്. അതിനുവേണ്ടി ഏകജാതനെ തന്നു. ആ സ്നേഹത്തിലേക്ക് വന്നിട്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ തമ്പുരാൻ്റെതാക്കി മാറ്റുകയാണ്. സ്വർഗത്തിനു വേണ്ടി ഉറപ്പിക്കുക. അങ്ങനെ
പരാതിയില്ല. എന്തുട്ട പരാതിപ്പെടാനുള്ളടാ അങ്ങാതി? നീ എന്തുട്ടുണ്ടാക്കിയിട്ടേ പരാതിപ്പെടണേ അല്ലേ? ഒന്ന് ഓർത്ത് നോക്കി. ഓർക്കണില്ലേ? ചുമ്മാ ഓർത്തോ. ഹല്ലേലൂയ. ഈ ശരീരം ദൈവം തന്നതാ, ഈ സംസാരം ദൈവം തന്നതാ, ഈ കാഴ്ച, ഈ നിൽക്കാനുള്ള കഴിവ് തമ്പുരാൻ തന്നതാ. ഞാനവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, എല്ലാം തമ്പുരാന്റെ അല്ലേ, ഉണ്ടാക്കിയവനല്ലേ, ഇതെല്ലാം അറിയാം. എന്റെ കാര്യങ്ങളിലേക്ക് കൊടുത്തേക്കാൻ അവൻ നോക്കും. അവൻ എന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാ, എന്റെ കൂടെയുണ്ട്. സിംഹക്കുഴിയിൽ ഇറങ്ങി വന്ന ദൈവം, തീച്ചുളയിൽ 4ാമനായിട്ട് ഇറങ്ങി വന്ന ദൈവം, ആ ദൈവം എന്റെയും നിന്റെയും കൂടെയുണ്ട്. ദൈവം എപ്പോഴും പറഞ്ഞ കാര്യം, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിന്റെ കൂടെയുണ്ട്. എന്റെ ദൈവം ഇമ്മാനുവല, കൂടെ വസിക്കുന്നവനാ. ആ ദൈവമുണ്ട്. ആ ദൈവത്തെ ചേർത്ത് പിടിക്കുക, ആ ദൈവത്തോട് ഐക്യപ്പെടുക. ആ ദൈവം കാരുണ്യവാനാണ്. ഹല്ലേലൂയ. ഓക്കെ, സന്തോഷം എല്ലാവർക്കും. വചനങ്ങളൊക്കെ ഹൃദയത്തിൽ സംഭരിച്ചോ? എന്നിട്ടാ മറ്റേ സങ്കടങ്ങളൊക്കെ വിട്ടിട്ട് ഒന്ന് ചിരിച്ചെല്ലാവരും. എന്റെ ദൈവം സ്വർഗം ഇപ്പൊ മരിച്ചാലും എനിക്ക് എന്റെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് നിത്യ സൗഭാഗ്യം. ആ സൗഭാഗ്യത്തിലൂടെ ഞാൻ ജീവിക്കും. അവിടെ തടസ്സപ്പെടുത്താൻ ഈ ലോകമോ, എന്റെ ഭാര്യയോ, എന്റെ മക്കളോ, എന്റെ ഭർത്താവോ, എന്റെ ശരീരമോ, എന്റെ കാഴ്ചപ്പാടുകളോ ഒന്നും എനിക്ക് തടസ്സമാവത്തില്ല. ദൈവമേ, ഞാൻ നിന്റെ മോനാ, ഞാൻ നിന്റെ മോളാ, നിനക്ക് നിന്റേതാണ്, നിന്റെ അവകാശമാണ്, ഇങ്ങനെ കൊടുക്കുക. അതുകൊണ്ട് രോഗസൗഖ്യത്തെ ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കേണ്ട, തമ്പുരാൻ തരും. തന്നില്ലേലും കുഴപ്പമില്ല, ഞാൻ താങ്ങിക്കൊള്ളാം. നിന്റെ കൃപയാൽ ഞാനത് അതിനാണ് ഞാൻ പറഞ്ഞ അഭിഷേകം വേണം കേട്ടോ. കൃപ വേണം സ്വീകരിക്കാൻ. ആ അഭിഷേകം കിട്ടാൻ അതാണ് ഏറ്റവും വലിയ. ഞാൻ പറയുകയാണെങ്കിൽ ഈ അവസ്ഥയിൽ, ഈ ക്യാൻസറിനെ, ഈ രോഗത്തെ, ഈ തകർച്ചയെ ദൈവത്തോട് ചേർത്ത് വെച്ച് അതിനെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് കിട്ടിയാൽ അതാണ് മക്കളെ ഏറ്റവും വലിയ അനുഗ്രഹം. ഒരു കാര്യം ഓർത്തോ, ഈ ശരീരത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. അത് ഉറപ്പാ. ചൊറിച്ചിൽ മാറിയ അടുത്ത് വരും, അത് മാറിയ വേറെ വരും. ഇത് ശരീരം ഉണ്ടോ രോഗമുണ്ടോ? ആ അസ്ഥി തേയ്മാനായി. ഇപ്പൊ ഞാൻ പറയും, ഇപ്പൊ നമ്മുടെ കാല് ഇവിടെ ഭയങ്കര വേദന, ഇവിടുത്തെ വേദന, ഇവിടെ നിന്ന് എത്ര 5-6 മണിക്കൂറൊക്കെ മനുഷ്യർ ഒരു ദിവസം നിൽക്കണേ. അത് ഈ കുതുകാൽ പൊട്ടിയ കാലും വെച്ച് ഭയങ്കര വേദന ഉണ്ട്. പിന്നെ ഒച്ചയുടെ പ്രശ്നം. അങ്ങനെ നമുക്ക് ആരൊക്കെ ആദ്യം തന്നെ പറഞ്ഞ എല്ലാ വേദനയുണ്ട്. നമുക്ക് ഇല്ലാത്ത ആരെങ്കിലും കൈവ ഒരു വേദനയും പ്രശ്നമില്ലാത്ത ആരെങ്കിലും. പിന്നെ മാനസിക സംഘർഷം, ഭയം, നിരാശ, ഉത്കണ്ഠ, ഇനെങ്ങനെ മുന്നോട്ട് പോകും? എടാ മക്കളെ, കർത്താവ് കൊണ്ടുപോക്കോളും. ഇത്ര നാളും കൊണ്ടുപോയില്ലേ? നീ തലകുത്തിന്നോട്ടൊന്നല്ല പോയാ, അമ്പലം കൊണ്ടുപോയതാ. ആ കർത്താവ് ഇനിയും കൊണ്ടുപോക്കോളും. ഇതുവരെ കാത്തവൻ ഇനിയും നമ്മെ കാക്കും. പക്ഷെ ഇതുവരെ പോയ പോലെ പോകരുത്. ഈ ഒരു അഭിഷേകത്തിൽ, ഈ ഒരു അനുഭവത്തിൽ, എന്റെ ദൈവത്തിന്റെ സ്നേഹപാരമ്പര്യത്തിൽ എനിക്ക് വേണ്ടി ഞാൻ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി തന്നെ തന്ന ആ യേശുവിന്റെ, തന്റെ ഏകജാതനെ തന്ന പിതാവിന്റെ ആ സ്നേഹത്തിന്റെ കരുണയുടെ സമ്പന്നതയിൽ ഞാൻ എന്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നു. തീരുമാനിക്കുക. അങ്ങനെ തീരുമാനിച്ചാണ്ടല്ലോ കർത്താവ് നിന്നെ അങ്ങോട്ട് പൊക്കിക്കൊണ്ട് നടക്കൂടെ. മോനെ, മോളെ, സന്തോഷമാണോ നിങ്ങൾക്ക്? സന്തോഷമാണോ? അപ്പൊ ഈ വചനം, ഇന്ന് തമ്പുരാൻ തന്ന ഈ സ്നേഹത്തിന്റെ കരുണയുടെ ഈ വചനം ഈ നോമ്പുകാലത്തിൽ ഈ കുരിശിന്റെ വഴിയിലൂടെ കടന്നു പോകുമ്പോഴും സ്വന്തമാക്കിയെടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇത് വച്ചിട്ട് നമ്മൾ ചെറിയ ത്യാഗങ്ങളൊക്കെ എടുക്കുക. നോമ്പൊക്കെ നമുക്ക് നോക്കാം, ത്യാഗങ്ങൾ ഏറ്റെടുക്കാം, സഹനങ്ങളെ ഓർത്ത് നന്ദി പറയാം. കർത്താവ് അറിയാതെ കണ്ണീര് വീഴില്ല, കർത്താവ് അറിയാതെ നൊമ്പരം വീഴില്ല. കർത്താവ് എല്ലാം കാണുന്നവന്, കണ്ണില്ലാത്ത കാണാത്ത ദൈവമല്ല, നിന്റെ കൂടെയുള്ള ദൈവമാണ്. എന്നോടൊപ്പം കരയുന്ന ദൈവമാണ്. എന്നോടൊപ്പം കുരിശിൽ എനിക്ക് വേണ്ടി മരിക്കുന്ന ദൈവമാണ്. എനിക്ക് വേണ്ടി രക്തം ചിന്തുന്ന ദൈവമാണ്. ആ ദൈവം എന്നെ ചേർത്ത് പിടിച്ച് ഈ മരണത്തിലൂടെ രക്ഷിക്കുമ്പോൾ ആ രക്ഷയ്ക്ക് എനിക്കും നിനക്കും യോഗ്യതയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ ലോകത്തിൽ ജീവിക്കാൻ വേണ്ടി ഈ ലോകത്തിൽ ജീവിക്കരുത്. ഇപ്പൊ പറഞ്ഞു മനസ്സിലായോ? ഇപ്പൊ പറഞ്ഞു മനസ്സിലായോ? ചുമ്മാ കേട്ടുകൊണ്ട് ആടൊക്കെ പറഞ്ഞു മനുഷ്യൻ. എന്നിട്ട് പറഞ്ഞേ, ഈ ലോകത്തിൽ ജീവിക്കാൻ വേണ്ടി ഈ ലോകത്തിൽ ജീവിക്കരുത്. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ തെറ്റതാ. ഈ ലോകത്തിൽ ജീവിക്കണം, ഈ ലോകത്തിൽ സമ്പത്തുണ്ടാക്കണം, ഈ ലോകത്തിൽ വീട് പണിയണം, ഈ ലോകത്തിൽ കല്യാണം നടക്കണം, ഈ ലോകത്തിൽ അനുഗ്രഹിക്കപ്പെടണം. നോ, അതിനുവേണ്ടി ജീവിക്കരുത്. നമുക്ക് സ്വർഗത്തിന് വേണ്ടി ജീവിക്കാം. അപ്പൊ ഈ ലോക ജീവിതം സമാധാനാവുന്നു.
പിടികിട്ടി വെക്കളൂ. ഭയങ്കര മർമ്മ അച്ഛൻ പറഞ്ഞു, ഭയങ്കര പോയിന്റ് അച്ഛൻ പറഞ്ഞു. ദൈവമേ, എന്നിലും ഈ മക്കളിലും ഈ പോയിന്റ് ഫലമണിയട്ടെ. ഹല്ലേലൂയ. ഇത് പറയാനൊക്കെ അച്ഛനെളുപ്പ, പ്രശ്നം വരുമ്പോൾ കാണാം ഈ മനുഷ്യന്റെ തനി സ്വഭാവം. ദൈവമേ, എനിക്ക് പറ്റിയ ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കണം. ഞാൻ പറയുകയാണെങ്കിൽ ഒത്തിരി പ്രാർത്ഥിക്കണം. കാരണം എന്റെ ഞാൻ പറഞ്ഞു, നമ്മുടെ കുതിരാജന് പോട്ടിട്ട് എനിക്ക് പേടിയേറി, നമുക്ക് ഡിപ്രഷൻ ആയതാ പണ്ട്. അപ്പൊ എനിക്ക് പേടിയാ. ദൈവമേ, ആ സമയം വരുമ്പോ അഭിഷേകം തന്നട്ടോ. ഇപ്പൊ ഞാൻ ഭയങ്കര പ്രാർത്ഥന, കർത്താവേ ആ സമയം വരുമ്പോ അഭിഷേകം തന്നട്ടോ. ഞാൻ ആ സിസ്റ്റേഴ്സിനൊക്കെ വേണ്ടി പ്രാർത്ഥിച്ച, ദൈവമേ ഈ കാലഘട്ടത്തിന് വേണ്ട അഭിഷേകം, ഈ മരണത്തെ ഈ സ്വർഗത്തിന്റെ ലക്ഷ്യത്തിൽ അഭിമുഖീകരിക്കാൻ വേണ്ട കൃപ, ദൈവിക ശക്തി കൊടുക്കണേ. അപ്പൊ എന്ത് വന്നാലും സന്തോഷത്തോടെ മരിക്കും. ഞാൻ വരുന്നുട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് പോയി. അല്ല, നമ്മൾ വിടവാങ്ങുന്നേ പാട്ടിൽ എന്റെ രസല്ലേ, നശ്വരമുലകിൽ വിടുതി എനിക്കായി നൽകിയ വസതി, പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. എന്നെ യാത്ര പലണവേ. ബൈ ബൈ ടാറ്റ പറഞ്ഞ് വീട്ടിൽ നിന്ന് ശവപ്പെട്ടി പൊക്കിക്കൊണ്ട് പോകാൻ പാടല്ലേ? എന്താ അർത്ഥമുള്ള പാട്ടാ അത്? ഇന്ന് ജീവിക്കുമ്പോൾ പറഞ്ഞ് ജീവിക്കാം, മരിക്കുമ്പോ വേറെ ആരാ പാടണേ? ഇന്ന് നീ പറഞ്ഞിട്ട് പോ, കേട്ടോ? അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ വീടും ഇവിടുത്തെ ഭർത്താവും ഇവിടുത്തെ മക്കളും ഇവിടുത്തെ ശരീരവും ഇവിടുത്തെ സമ്പത്തുമല്ല ജീവിതം, പിന്നെയോ പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുന്ന സ്വർഗത്തിലേക്ക് ഞാൻ പോകുന്നു. അങ്ങോട്ടാണ് യാത്ര. സമയമാകുന്ന രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എന്റെ സ്വദേശം കാണുന്നതിനായി ഞാൻ തനിയെ, ആരുണ്ടാവില്ല, ഒറ്റയ്ക്ക്. Nobody will be with you. ഹല്ലേലൂയ. അപ്പോഴും എന്നെ വിടാത്തവൻ എൻ്റെ കൂടെയുണ്ട്. മരിച്ചാലും ഞാൻ ജീവിക്കുമെന്ന് എൻ്റെ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് ജീവന. ഞാൻ മരിച്ചാലും എനിക്ക് മരണമില്ല, ഞാൻ ജീവിക്കും. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ മരണമില്ല മക്കളെ, ജീവന. ഈശോ ഉണ്ടെങ്കിൽ മരിക്കില്ല. അപ്പൊ ഈശോയിലാണ് നമ്മുടെ ജീവിതം. വേറെ ആരുണ്ടായാലും നീ മരിക്കും, ഈശോ ഉണ്ടെങ്കിൽ നീ മരിക്കില്ല. മരിച്ചാലും ഈശോ ഉണ്ട്. ഈശോരാണ് ജീവൻ. ജീവനുണ്ടെങ്കിൽ മരണമില്ല. യേശുവാണ് നമ്മുടെ അടിസ്ഥാനം. യേശുവിനോട് ഐക്യപ്പെടാം. ഇതാണ് പിതാവിന്റെ ഏറ്റവും വലിയ സ്നേഹം. പ്രേമലേഖനം മനസ്സിലായോ? എന്നാ സെറ്റപ്പ് പ്രേമലേഖനല്ല എൻ്റെ ഈശോയെ. ആ പ്രേമലേഖനങ്ങൾ നിറയട്ടെ നമ്മുടെ ചങ്കില്. അത് ഇന്ന് വേറെ പ്രേമലേഖനങ്ങളും വേറെ വർത്താനം കേട്ട് ലോകത്തിന്റെ ഇക്കിളിപ്പെടുത്തുന്ന വർത്താനങ്ങളും പ്രേമലേഖനങ്ങളും സംസാരങ്ങളും കേട്ട് പിള്ളേരും നമ്മളും ആ രോഗം മാറി ഈ രോഗം മാറി നമ്മളും ഇതൊക്കെ കേട്ട് ഇതാണ് രക്ഷാന്ന് വെച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഇതിലേക്ക് വരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.